ഡൽഹിയിൽ സുപ്രീം കോടതിയിൽ നിന്ന് വരാൻ പോകുന്നത് എന്തായിരിക്കും എന്നുള്ളതിലാണ് എല്ലാവരുടെയും 70ഓളം ഹർജികൾ അവിടെയുണ്ട്. അപ്പോൾ ഒരു ഇടക്കാല വിധിക്കുള്ള സ്റ്റേ അല്ലെങ്കിൽ ഒരു ഇടക്കാല വിധി ഉണ്ടാകുമോ? വഖഫ് നിയമ ഭേദഗതിയിൽ പ്രധാനപ്പെട്ട പ്രൊവിഷനുകളിൽ ഒരു സ്റ്റേ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? അരുൺ, ഞാനിപ്പോൾ നിൽക്കുന്നത് സുപ്രീം കോടതിക്ക് മുൻപിൽ തന്നെയാണ്. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്കാണ് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ 3 ബെഞ്ച് വീണ്ടും വഖഫ് കേസുകൾ പരിഗണിക്കാൻ പോകുന്നത്. അരുൺ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ 70-ലധികം ഹർജികളാണ് സുപ്രീം കോടതിക്ക് മുൻപാകെയുള്ളത്. 73 ഹർജികൾ. ഏതായാലും ഈ കേസിൽ വളരെ നിർണായകമായ തീരുമാനത്തിലേക്ക് സുപ്രീം കോടതി പോകുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരു ഇടക്കാല ഉത്തരവ് ഇന്ന് ഉണ്ടാകും. 3 പ്രധാനപ്പെട്ട വ്യവസ്ഥകൾ ഈ നിയമവുമായി ബന്ധപ്പെട്ട് കോടതി സ്റ്റേ ചെയ്യും എന്നുള്ള വ്യക്തമായ സൂചനകളാണ് ഇന്നലത്തെ കോടതി നടപടികളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ വഖഫായി തീരുമാനിച്ചിട്ടുള്ള ഭൂമികൾ, സ്വത്തുക്കൾ ഇത് ഡീനോട്ടിഫൈ ചെയ്യാൻ പാടില്ല എന്നത്. രണ്ടാമത്തേത് വഖഫ് സമിതികളിൽ മുസ്ലിം ഇതര അംഗങ്ങൾ പാടില്ല എന്നുള്ള കാര്യത്തിൽ മുസ്ലിം ഇതര അംഗങ്ങളെ ഉൾപ്പെടുത്താനാണ് നിയമത്തിൽ വ്യവസ്ഥ ചെയ്യുന്നത്. അപ്പോൾ പാടില്ല, അതെങ്ങനെ ഉൾപ്പെടുത്താനാകും എന്നതാണ് സുപ്രീം കോടതി ചോദിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഹിന്ദു ബോർഡുകളിൽ, ഹിന്ദു ക്ഷേത്ര ബോർഡുകളിലൊക്കെ എന്തുകൊണ്ട് ഒരു മുസ്ലിം അംഗത്തെ ഉൾപ്പെടുത്താൻ കഴിയുന്നില്ല? അങ്ങനെ സാധിക്കുമോ എന്നൊക്കെ ഇന്നലെ കേന്ദ്ര സർക്കാരിന്റെ അഭിഭാഷകൻ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയോട് സുപ്രീം കോടതി ചോദിച്ചതാണ്. മൂന്നാമത്തേത് സർക്കാരിന്റെ ഭാഗമായ ഒരു കളക്ടർ എങ്ങനെയാണ് വഖഫ് സ്വത്തുക്കളുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുക? ഏതായാലും കളക്ടർക്ക് പരിശോധന നടത്താം, പക്ഷേ അതിൽ തീരുമാനമെടുക്കുന്നത് സുപ്രീം കോടതിയുടെ അന്തിമ വിധിയുടെ അടിസ്ഥാനത്തിലായിരിക്കണം എന്ന ഒരു നിർദ്ദേശം കൂടി വാക്കാൽ ഇന്നലെ സുപ്രീം കോടതി നൽകിയതാണ്. അപ്പോൾ ഈ 3 വിഷയങ്ങളിൽ എനിക്ക് തോന്നുന്നു ഈ നിയമവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ശക്തമായ എതിർപ്പുകൾ ഉയരുന്ന 3 വിഷയങ്ങളിൽ ഒരുപക്ഷെ സുപ്രീം കോടതി സ്റ്റേ പുറപ്പെടുവിച്ചുകൊണ്ട് ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നീട് ഈ വിഷയങ്ങളിലൊക്കെ തന്നെ ഒരു അന്തിമ തീരുമാനം സുപ്രീം കോടതിയുടെ അന്തിമ വിധിയുടെ അടിസ്ഥാനത്തിൽ എടുക്കാനുള്ള ഒരു നിലപാടിലേക്കായിരിക്കും സുപ്രീം കോടതി പോവുക. ഏതായാലും അരുൺകുമാർ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ചീഫ് ജസ്റ്റിസ് സ്ഥാനത്ത് നിന്ന് അടുത്ത മാസം വിരമിക്കുകയാണ്. അതുകൊണ്ട് ഒരു വിശാലമായി ഈ കേസ് പരിഗണിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. ഒരുപക്ഷെ ഭരണഘടനാ ബെഞ്ച് തന്നെ ഈ കേസ് പരിഗണിക്കേണ്ട സാഹചര്യം വരും. അപ്പോൾ ഇപ്പോഴൊരു ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചുകൊണ്ട് ഒരു താൽക്കാലിക ആശ്വാസം നൽകാനാണ് സുപ്രീം കോടതി ശ്രമിക്കുന്നത്. ഈ വഖഫ് നിയമ ഭേദഗതിക്കെതിരെ വലിയ പ്രതിഷേധം രാജ്യത്ത് തുടരുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്രതിഷേധങ്ങളിലും സംഘർഷങ്ങളിലും ഇന്നലെ സുപ്രീം കോടതി ആശങ്ക രേഖപ്പെടുത്തിയ ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ ആ ഒരു സംഘർഷങ്ങൾ അവസാനിപ്പിക്കാൻ കൂടിയുള്ള ഒരു ആശ്വാസമായിരിക്കും ഇന്നത്തെ ഒരു ഇടക്കാല ഉത്തരവിലൂടെ, ഒരു സ്റ്റേ ഉത്തരവിലൂടെ സുപ്രീം കോടതി നൽകാൻ പോകുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു സ്റ്റേ ഉത്തരവ് വന്നാൽ കേന്ദ്ര സർക്കാരിന്റെ നിലപാട് വീണ്ടും ഒരിക്കൽ കൂടി ചർച്ചയാവുകയും ചെയ്യും. പ്രത്യേകിച്ച് 3 ബെഞ്ചാണ്. ആ 3 ബെഞ്ചിൽ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന, ജസ്റ്റിസുമാരായ സഞ്ജീവ് കുമാറും KB വിശ്വനാഥനും ഉൾപ്പെട്ട ബെഞ്ചാണ് ഇന്നിപ്പോൾ വിധി പറയാൻ പോകുന്നത്. ഇന്റരിം ഓർഡർ ഉണ്ടാവും, അഥവാ ഇടക്കാല വിധി ഉണ്ടാവും എന്ന സൂചന ഇന്നലെ തന്നെ സുപ്രീം കോടതി നൽകി. പക്ഷേ ഇന്നലെ സംസ്ഥാന സർക്കാരിന് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാരിന് വേണ്ടിയിട്ട് ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത പറഞ്ഞത് ആദ്യ ദിനം തന്നെ ഈ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു ഇടക്കാല ഉത്തരവ് കോടതി പുറപ്പെടുവിക്കരുത്. ഇനി ആ കോടതി ഉന്നയിച്ചിട്ടുള്ള വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാരുമായി കൂടിയാലോചിച്ച് കൂടുതൽ വിശദീകരണവും സത്യവാങ്മൂലവും ഒക്കെ നൽകാമെന്ന് പറഞ്ഞു. സത്യവാങ്മൂലം സമർപ്പിക്കുന്നതിന് സമയം ആവശ്യപ്പെട്ടു. ഇന്നിപ്പോൾ സത്യവാങ്മൂലം സമർപ്പിക്കുകയും ചെയ്യും. ആ മുസ്ലിം സാന്നിധ്യം 2ആയി തന്നെ ഒതുക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്നലെ കോടതി ഒട്ടേറെ കാര്യങ്ങളാണ് ചോദിച്ചത്. പിയാസുലിൽ പറഞ്ഞതുപോലെ വളരെ ശ്രദ്ധേയമായ വിധിയായിട്ട് മാറുകയും ചെയ്യും.